നിനക്ക് അവാർഡുണ്ടല്ലേ? ഞാൻ എനിക്കെന്തിനാ അവാർഡ്? ജീവിതത്തിൽ ആദ്യമായിട്ട് കോളർ ഐ ഡി ഫോണിൽ ആക്റ്റീവ് ആക്കിയ ദിവസം. കൗണ്ടറുകളൊക്കെ എവിടെ നിന്ന് വരുന്നത് നിങ്ങൾക്ക് ഇപ്പൊ സംശയം കാണത്തില്ലല്ലോ, അതിന്റെ ആളുകളാണ് ഇതിൽ. ജിത്തു ജോസഫാണ് ഡയറക്ടർ. മിനിമം സുരാജ് വെഞ്ഞാറമുടെങ്കിലും ആണ്. അതായത് ഉള്ളി തൃശ്ശൂർ പൂരമായിരുന്നു. നെന്മാറ വെടിക്കെട്ടായിരുന്നു. പറ്റിക്കാണെങ്കിൽ ബാസിനെ ഞങ്ങൾ പറ്റിക്കോ, വേറെ ആരെങ്കിലും തിരഞ്ഞെടുക്കും. ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. മിനി സ്ക്രീനിലൂടെ ശ്രദ്ധേയനായ, എല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. 2022 കേരള ടെലിവിഷൻ ബെസ്റ്റ് കൊമേഡിയൻ അവാർഡ് ലഭിച്ച ഒരു വ്യക്തി. അടൂർ പാസിക്ക് ശേഷം മലയാള സിനിമയിലേക്ക് മറ്റൊരു പാസി, മറ്റാരുമല്ല, വൈക്കം പാസി. ചൂടെന്ന് പറഞ്ഞാൽ പോരാ, നല്ല അത്യുഗ്രൻ ചൂടാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വൈക്കം കായലിൻ്റെ തീരത്താണ്. അവിടെ നിന്ന് ഒരു ചെറിയ കാറ്റ് വരുന്നുണ്ട്. ആ തണുപ്പിൽ ഞങ്ങൾ നിൽക്കുന്നത് മറ്റാരുടെയും കൂടെ അല്ല, നമ്മുടെ വൈക്കത്തുകാരുടെ സ്വന്തം പാസി. ചേട്ടാ നമസ്കാരം. മീഡിയ ഗ്രാഫിക്സിൻ്റെ സെലിബ്രിറ്റി സെലിബ്രേഷൻ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖമായിട്ട് പോകും. പാസി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് അടൂർ പാസിയാണ്. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ഒരു ഹാസ്യ നടൻ. അപ്പോൾ അതിലേക്കുള്ള പോക്കാണോ ഈ വൈക്കം പാസി? അയ്യോ, അതിലേക്കൊന്നും നമ്മുടെ മലയാള സിനിമാ രംഗത്തേക്ക് നമുക്കും അടുത്ത ഒരു സിനിമയുടെ എല്ലാവരുടെയും ലക്ഷ്യം, ആർട്ടിസ്റ്റുകളുടെയൊക്കെ അതെ 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 സിനിമയിൽ എത്തുക എന്നുള്ളതാണല്ലോ. അതെ അതെ. അപ്പം അതിനുവേണ്ടി എൻ്റെ ഒരു പ്രശ്നം നമ്മൾ അതിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല ഇതുവരെ. ഇല്ലല്ലേ ചേട്ടൻ? പക്ഷെ താല്പര്യമുണ്ട്. എന്നാൽ ഇപ്പം അടുത്തൊരു സിനിമയിൽ ഒരാളെയും സമീപിച്ചിട്ടില്ല സിനിമ ഇതുവരെ സമീപിച്ചിട്ടില്ല. ഇല്ലല്ലേ? സമീപിക്കണം. കാരണം ചെയ്യേണ്ട ഒരുപാട് പ്രോഗ്രാമുകൾ കണ്ട ഒരു ആരാധകൻ എന്ന രീതിയിൽ സിനിമയിൽ ഒരുപാട് സാധ്യതകളുള്ളൊരു ഫേസാണ്. ഒരുപാട് പേര് പറയുന്നുണ്ട്, പക്ഷേ ഞാനായിട്ട് ഇതുവരെ അതിന് വേണ്ടി തുനിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇല്ലല്ലേ? അല്ലെങ്കിൽ എനിക്കൊന്ന് ഏതെങ്കിലും ഡയറക്ടേഴ്സ് കാണുമ്പോൾ അവർക്ക് തോന്നണം ഇത് നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. ഏത് നമ്മൾ ചിന്തിക്കാത്ത ഒരാൾ വിളിച്ചു ഒരു സിനിമയിൽ അവസരം തന്നു. ആരാണ്? ജിത്തു ജോസഫ് സാറ്. ഈ സിനിമ സാറിൻ്റെ ഇപ്പോൾ പുതിയ ഇറങ്ങാൻ പോണൊരു മൂവി ഉണ്ട്, നുണക്കുഴി. ഓഹോ ശരി. അതായത് അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്നതാണോ? ഓ ശരി. നുണക്കുഴി അല്ലേ? ആരാണ് അതിനകത്ത്? അതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് ബേസിൽ ജോസഫ്, അൽത്താഫ്, പിന്നെ സൈജു കുറുപ്പുണ്ട്, സിദ്ദിഖിക്കുണ്ട്, പിന്നെ നിഖില വിമൽ, സാസിയ, പിന്നെ മിമിക്രിക്കാർ കുറേ പേരുണ്ട്, അസീസ്, സെൽവരാജ്. ഷൂട്ട് കഴിഞ്ഞു. ജിത്തു ജോസഫിന്റെ സിനിമയുടെ അനുഭവങ്ങളെ കുറിച്ചൊന്ന്. അത് വലിയൊരു അനുഭവമായിരുന്നു. സാറ് എൻ്റെ ഈ സാറിൻ്റെ നമ്പറില്ലായിരുന്നു. അപ്പം ഒരു ദിവസം നമ്മുടെ അടുത്തൊരു ഫംഗ്ഷൻ നിൽക്കുമ്പോഴാണ്, ഒരു വൈകുന്നേരം ഞാൻ അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് കോളർ ഐ ഡി ഫോണിൽ ആക്റ്റീവ് ആക്കിയ ദിവസം. അന്ന് തന്നെ ഭാഗ്യത്തിന് സാറ് വിളിച്ചില്ല. ഞാൻ എനിക്കല്ല, ഞാൻ ജിത്തു ജോസഫ് എന്ന് പറഞ്ഞത് കഴിഞ്ഞു പറഞ്ഞു. ഞാൻ ജിത്തു ജോസഫ്, നമുക്കറിയാവുന്ന ജിത്തു ജോസഫ് പുള്ളി നമ്മളെ വിളിക്കേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ എടുത്തിട്ട് ഞാൻ ജിത്തു ജോസഫ് സാറാണ്, ജിത്തു ജോസഫാണ് ഡയറക്ടർ. ഞാൻ സാറെ മനസ്സിലായി, ഇങ്ങനെ പേര് കണ്ടു. ഞാൻ ബാസിയല്ല, ഞാൻ മനോരമയെന്ന് നമ്പർ എടുത്തിട്ടാണ് വിളിക്കുന്നത്. മഞ്ജു ചേച്ചി മറ്റേ നമ്പർ എടുക്കുന്നു. അങ്ങനെ വിളിക്കുവാണ്. അപ്പം എൻ്റെ അടുത്ത ഒരു പുതിയ പടത്തിൽ ബാസിക്കൊരു വേഷമുണ്ട്, ചെയ്തിരിക്കും. അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ട് നമ്മൾ അതിൻ്റെ മുമ്പിൽ? ഞാൻ ഒരുപാട് ടെൻഷനോട് കൂടിയാണ് പോയത്. കാരണം നമുക്ക് ഈ സിനിമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിപാടി അങ്ങനെ നമുക്കറിയില്ല. സ്കിറ്റ് കളിച്ചുള്ള ശീലമില്ല. അതെ. പക്ഷെ അവിടെ ചെന്ന് വേറൊരു മോഡുലേഷൻ തന്നെയാണ്. പിന്നെ അതിൻ്റെ ഒരു സെറ്റും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വലുതല്ലേ. സത്യം. നമുക്കിതിനെക്കുറിച്ച് ഒരു സംശയം ചോദിക്കട്ടെ? നമ്മൾ ഈ സാധാരണ നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് വരുമ്പം ആ ഡയലോഗ് വരുന്നത് ചിലപ്പോൾ നമ്മുടെ ഒരു താളത്തിലായിരിക്കത്തില്ലല്ലോ. നമ്മൾ പിന്നെ അതിലേക്ക് ആക്കണമല്ലോ. അപ്പോൾ ചേട്ടൻ ആദ്യമായിട്ട് സിനിമയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ചേട്ടൻ അതിനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു? ധൈര്യമില്ല, ടെൻഷനായിരുന്നു ഭയങ്കര. ഞാനിങ്ങനെ ചെയ്തോട്ടെ എന്ന് പറയാനൊക്കെ അതിനൊക്കെ നമുക്ക് പേടിയില്ല. കാരണം നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്നു, ഇതെന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. ശരി. നമ്മൾ സിനിമയിൽ നിന്ന് കേട്ടിട്ടുള്ളതും പിന്നെ സ്ക്രീനിൽ കണ്ടിട്ടുള്ളതും അല്ലാതെ അതിനൊക്കെ യാതൊരു ഐഡിയ ഇല്ല. എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം ആ ഡയലോഗ്? ചെന്നപ്പോൾ തന്നെ നമ്മൾ കംഫർട്ടായി എന്നുള്ളതാണ്. സാറ് എങ്ങനെ നമ്മളൊരു ബിഹേവ് ചെയ്യണം. അതായത് ഉള്ളി തൃശ്ശൂർ പൂരമായിരുന്നു. അയ്യോ, തൃശ്ശൂർ പൂരം തന്നെയല്ല, ഒരു നെന്മാറ വെടിക്കെട്ടായിരുന്നു. ചെന്നപ്പോഴേ അതിൻ്റെ അസോസിയേറ്റ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നമ്മളോട് ഭയങ്കര കാര്യമായിട്ട് കൂളായിട്ടാണ് ബിഹേവ് ചെയ്തത്. അവരുടെ പെരുമാറ്റങ്ങൾ നമ്മൾ പകുതി പേടി പോയി. ആ സെറ്റ് ഫുള്ള് നമുക്ക് ഭയങ്കര. കുറച്ച് പേര് പ്രോഗ്രാം കണ്ടിട്ടുള്ളവരൊക്കെ ഉണ്ട്, അവരൊക്കെ വന്ന് പരിചയപ്പെടുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ നമ്മൾ കുറച്ച് ശാന്തമായി. പക്ഷെ ചേട്ടൻ അവിടെ പുതുമയാണെങ്കിലും അവർക്ക് ചേട്ടനെ പ്രോഗ്രാം കണ്ടിട്ടുള്ളതുകൊണ്ടാണ് അവര് നല്ല സ്നേഹത്തോടെ എല്ലാവരും പെരുമാറ്റം. ആ സെറ്റ് ഫുള്ള് കണ്ടു, അത് തീർന്നവരെയും അങ്ങനെ ആയിരുന്നല്ലേ. അപ്പോൾ ഈ ആൾക്കാർ പറഞ്ഞു കേട്ടതൊക്കെ വെച്ച് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ള ഇങ്ങനെയല്ല. പുതിയ ആൾക്കാർ ഭയങ്കര അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു.
ചേട്ടൻ വളരെ സിമ്പിളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഇപ്പം മുമ്പ് തന്നെ പറഞ്ഞു അവസരങ്ങൾ ആരോടും ചോദിക്കുന്നില്ല. പക്ഷെ ചേട്ടൻ്റെ ആ പ്രതിഭ കണ്ട് പലരും ചേട്ടനെ വിളിക്കുന്നുണ്ട്. അതൊരു ഭാഗ്യമാണ്. അത് ഇപ്പം അങ്ങനെ തന്നെ നോക്കുവാണെങ്കിൽ ചേട്ടന് ഒരു കലാകാരൻ എന്നുള്ളതിൽ ഏറ്റവും വലിയൊരു അംഗീകാരം കിട്ടിയതാണ് സ്റ്റേറ്റ് അവാർഡ്. ചേട്ടാ 2022 ടെലിവിഷനിലെ ഹാസ്യതാരത്തിന് ഏറ്റവും മികച്ച ഹാസ്യതാരത്തിനുള്ള അവാർഡ് ചേട്ടനാണല്ലോ കിട്ടിയത്. അതിനെക്കുറിച്ച് ഒന്ന് പറയാം. അത് കിട്ടിയ അവസരം ഭയങ്കര വിചിത്രമാണ്. ഞാനിവിടുന്ന് മനോരമയുടെ ഷൂട്ടിന് വേണ്ടി പോവുക, വെമ്പർച്ചിരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ബസ്സിൽ പോകുന്ന വഴിക്ക് നമുക്ക് ഏഷ്യാനെറ്റിൻ്റെ കോമഡി സ്റ്റാർസിലെ പെർഫോമൻസിനാണ് അവാർഡ് കിട്ടിയത്. അപ്പം നമുക്ക് ഏഷ്യാനെറ്റിൻ്റെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലൊരു മെസ്സേജ് വരികയാണ്, കോമഡി സ്റ്റാർസിന് 2022 ടെലിവിഷൻ അവാർഡിൽ മികച്ച ഹാസ്യ പരിപാടിക്ക് കോമഡി സ്റ്റാർസിന് അവാർഡുണ്ട്, മികച്ച ഡയറക്ടർ ബൈജു മേലില്ല സാറിന് അവാർഡുണ്ടെന്ന് പറഞ്ഞ് ആദ്യം ഒരു കട്ടിങ് ഇതിൽ വന്നു, ഗ്രൂപ്പിൽ വന്നു. അപ്പം ഞാനത് കണ്ടു. ഞാനത് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നു, നോക്കി അടിപൊളി എന്ന് പറഞ്ഞ് ഞാൻ അതിന് കമൻറ്റ് വിട്ടിട്ട് പിന്നെ ഞാൻ ബസ്സിൽ പോയതുകൊണ്ട് ഞാനത് നോക്കില്ല, ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു ഗ്രൂമറുണ്ട്, പ്രമോദ് പുന്നപ്പുഴയിൽ വൈക്കത്തിനുള്ള. അപ്പോൾ അവൻ്റെ കോൾ എനിക്ക് വന്നു, എവിടെ നിന്ന്? ഞാൻ പറഞ്ഞു ഞാൻ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിനക്ക് അവാർഡുണ്ടല്ലേ? ഞാൻ പറഞ്ഞു എനിക്കെന്തിൻ്റെ അവാർഡ്? എടാ നിനക്ക് മികച്ച ഹാസ്യതാരത്തിനുള്ള അവാർഡുണ്ട്. ഞാൻ പറഞ്ഞു നീ അത് വെച്ചേ, ബസ്സിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ പറ്റിക്കണ പരിപാടി. ഞാൻ പറഞ്ഞു ശരി ശരി വെച്ചിട്ട് പോകാൻ പറഞ്ഞു. നല്ലടാ ഉണ്ടാ, നീ ഗ്രൂപ്പ് കണ്ടില്ലേന്ന്? നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്, കോമഡി സ്റ്റാർസിന് ബൈജു സാറിന് അവാർഡുണ്ട്, ഞാൻ കണ്ടെന്ന് പറഞ്ഞു. അതല്ല നിനക്ക് അവാർഡുണ്ട്. നമ്മൾ നീ ഒന്ന് പോയടാ ചെയ്യുന്നത്. അല്ല നീ നോക്കാൻ പറഞ്ഞു ഗ്രൂപ്പിൽ. വീണ്ടും ഞാൻ ഗ്രൂപ്പിൽ കയറുന്നത് നോക്കി ഇങ്ങനെ വന്നത്. ശരിയാ, നമ്മുടെ കോർഡിനേറ്റർ റെജി കട്ടപ്പന പുള്ളി ഇട്ടിട്ടുണ്ട് മികച്ച ഹാസ്യതാരം ബാസി വൈക്കം, വേറെ സെപ്പറേറ്റ് ഇട്ടേക്കും. അപ്പം എൻ്റെ മനസ്സിൽ വന്നത് ഇത് നമുക്കിട്ട് പണി തരുമോ അവര്? അങ്ങനെയും വിചാരിച്ചു. അപ്പോഴും വിചാരിക്കുന്നില്ല. കിട്ടും ഇവന്മാർ പ്ലാൻ ചെയ്തിട്ട് തന്നെ നടക്കട്ടെ ഇതിൽ ചാടിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ ഇറങ്ങിയിട്ട് പറഞ്ഞു സംഭവം ഞാൻ കണ്ടു, പക്ഷെ അത് എൻ്റെ അടുത്ത് ഓടത്തില്ല, നടക്കത്തില്ല. നമ്മുടെ അടുത്ത് ആ പരിപാടി ഓടിയല്ല. നീ വേറെ ആരെങ്കിലും ഇന്നസെന്റ് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വേണ്ട, വേറെ ആരെങ്കിലും ഇതിൽ വീഴുന്നവരെ പിടിച്ചാൽ മതിയെന്നോ. അല്ലടാ നിനക്ക് അവാർഡുണ്ട്. ഞാൻ അവനെ പ്രമോദം നീ വേറെ പണിയൊന്നും ഇല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അവനും ഒരു ഡൗട്ട്. എന്നാൽ ഞാനൊന്ന് സാറിനെ വിളിച്ചു നോക്കട്ടെ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ എന്നിട്ട് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ശർമ്മ കൊല്ലം എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട്, പുള്ളിനുണ്ട്. ശർമ്മ വിളിച്ചു. അല്ല അപ്പോഴും ചേട്ടൻ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നില്ല? ഇല്ലില്ല, ഞാൻ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ പ്രമോദ് വിളിക്കാന്ന് പറഞ്ഞു, കറക്റ്റ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. ഞാൻ അത് മതി എന്ന് പറഞ്ഞു. ശർമ്മ വിളിച്ചു, അവാർഡുണ്ടല്ലേ? ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് മുമ്പ് ഒരാൾ പറഞ്ഞ് കേട്ടതാ, വേറെ വല്ലതും ഉണ്ട് പറയാമോ? അല്ല നിനക്കാണ് അവാർഡെന്ന് പറഞ്ഞു. ഞാൻ ശർമ്മ ഒന്ന് വെച്ചിട്ട് പോടാ, ഞാനൊരു വേറെ പരിപാടി പോയിട്ടുണ്ട്. എനിക്ക് വിശ്വാസമില്ലേ? ബൈജു സാറിന് ഞാൻ വിളിച്ചു ചോദിച്ചു, കറക്റ്റാണ്, നിനക്ക് തന്നെ അവാർഡ്. ഞാൻ പറഞ്ഞു ശരി ശരി വെച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ പ്രമോദ് വീണ്ടും വിളിച്ചു, എന്നിട്ട് പറഞ്ഞ് ഞാൻ വിളിച്ച് കറക്റ്റാണ് സംഭവം, നീ ബൈജു സാറിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് നോക്കണം. ഞാൻ പറഞ്ഞു ശരി ഞാനൊന്ന് നോക്കട്ടെ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. ഞാൻ സ്റ്റാറ്റസ് നോക്കിയിട്ട് ബൈജു സാറിൻ്റെ സ്റ്റാറ്റസ് എനിക്ക് കാണാൻ പറ്റുന്നു. ഞാൻ പ്രമോദിന് വിളിച്ചു, എടാ ഒന്നുകൂടി സ്റ്റാറ്റസ് എനിക്ക് കാണാൻ പറ്റും, നീ ആ സ്റ്റാറ്റസ് എടുത്ത് അയച്ചുതരാൻ പോകും. അങ്ങനെ അവൻ വീഡിയോ അയച്ചു തന്നപ്പോൾ ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇത് പ്രഖ്യാപിക്കുന്നത്. അത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ കുറച്ച് നേരം 2-3 പ്രാവശ്യം കേട്ട് നിൽക്കുന്നത് സംഭവം നമ്മുടെ കാരണം മൈൻഡിലേ ഇല്ലാത്ത സാധനമല്ല. പിന്നെ ഞാൻ ഇറങ്ങിയിട്ട് അപ്പം തന്നെ ഇറങ്ങി, ഇത് അറിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഞാൻ വയറ്റിൽ കമ്പിച്ചൊന്ന് ഇറങ്ങിയിട്ട് ഞാൻ ആദ്യം വൈദ്യ സാറിനെ വിളിച്ചപ്പോൾ സാറേ ഞാൻ ബാസിന് അവാർഡൊക്കെ മേടിച്ചല്ലേ? ഞാൻ പറഞ്ഞു സാറേ ഞാൻ വിശ്വസിച്ചില്ല. പറഞ്ഞു നീ വിശ്വസിക്കാൻ നീ കരുതി ഞങ്ങൾ പറ്റിക്കണമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പറ്റിക്കണമെന്ന് വിചാരിച്ചു. പറ്റിക്കാണെങ്കിൽ ബാസിനെ ഞങ്ങൾ പറ്റിക്കോ, വേറെ ആരെങ്കിലും തിരഞ്ഞെടുക്കും. അവാർഡ് നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെയാണ്, കോമഡി സ്റ്റാർസിൻ്റെയാണ്, മനോരമയിലൊക്കെ ഒന്ന് പറഞ്ഞേക്കാം. ശരി പറഞ്ഞേക്കാം. അപ്പോഴാണ് എനിക്ക് വിശ്വാസമായത്. ആണല്ലേ? ഞാൻ റൂമിൽ ചെന്ന വഴി എബ്രഹാം ഉണ്ടായിരുന്നു, നമ്മുടെ എബ്രഹാം തച്ചേരി, അറിയോ? അവനപ്പം തന്നെ പിടിച്ചു നിർത്തിയ ഒരു വീഡിയോ ചെന്ന വഴി അവൻ്റെ ഫേസ്ബുക്കിൻ്റെ ഇടാൻ വേണ്ടി അവൻ അപ്പം തന്നെ. അങ്ങനെയാണ് കംപ്ലീറ്റ് ആൾക്കാർ അറിയുന്നത്. വലിയൊരു നിമിഷമായിരുന്നു. എനിക്ക് വന്നിട്ടും വിശ്വസില്ല. ഞാൻ 2 ദിവസം കഴിയട്ടെ ഞാൻ പറഞ്ഞു ഈ ലോട്ടറിക്കൊക്കെ പിറ്റേ ദിവസം ഒരു തിരുത്ത് വരും. നമ്മുടെ രമേശ് പിഷാരടി ധർമ്മജൻ എന്ന് പറയുന്നത് ചേട്ടൻ പാസി ചേട്ടനും പോൾസനും എങ്ങനെയാ ആ ടീമിനെ കുറിച്ച്? അത് ഞങ്ങളൊരു വർഷങ്ങളായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ഞങ്ങൾ പണ്ട് സംഗമത്തിലല്ലേ, കൊച്ചിൻ സംഗമത്തിൽ, ആ സമിതി കളിച്ചിട്ടുണ്ടപ്പോൾ ഞാനും പോൾസനോട് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അന്ന് തുടങ്ങിയിട്ട് ഈ നിമിഷം വരെ ഞങ്ങൾ ഒരുമിച്ചാണ് സ്കിറ്റ് ചെയ്യുന്നത്.
ആണല്ലേ? അതിൻ്റെ ഒരു ഗുണം സ്കിറ്റിനുണ്ടാകും. നമ്മൾ ചെറിയൊരു ത്രെഡാണെങ്കിൽ പോലും നമ്മൾ കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സ്കിറ്റ് ഡെവലപ്പാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ആരെന്ത് ചെയ്യും എന്നുള്ളൊരു ഐഡിയ. നല്ല കെമിസ്ട്രിയാണ്. അത് തന്നെ. ചേട്ടൻ ഇതിനു മുമ്പ് നാടകം, ബാല അങ്ങനെ എന്തെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ട്? കാരണം വേറെ ഒന്നുകൂടല്ല ചോദിച്ചത്, ഈ സ്കിറ്റുകളിൽ കൂടുതൽ ഈ നാടകത്തിൻ്റെയും ബാലിൻ്റെയും പിന്നാമ്പുറം സാധനങ്ങളാണ് നല്ല ഹാസ്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. എവിടെ നിന്ന് കിട്ടി ഈ കാര്യങ്ങളൊക്കെ? അത് നമുക്ക് കുറച്ച് നാടകം ബാല എവിടെയുണ്ടെങ്കിൽ ഞങ്ങൾ പോയി കാണും. അത് നമുക്ക് നാടകത്തോട് ഭയങ്കര ക്രേസാണ്. അതിപ്പോഴും അതെ, ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുകയാണെങ്കിൽ നാടകം ഉണ്ടെങ്കിൽ ഞങ്ങൾ പോയി കണ്ടിരിക്കും. നാടകം പ്രത്യേക ഒരു അനുഭവമല്ലേ. ലൈവ് നാടകം കാണുന്ന പറഞ്ഞാൽ അത് വേറൊരു സുഖം. അതാണ് തോന്നുന്നു കൂടുതലും അങ്ങനത്തെ. പിന്നെ നാടകത്തിന് നല്ല ചില ടീം തട്ടിക്കുട്ടി നാടകം കളിക്കും നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട്. അവരെല്ലാം കൂടെ ഉദ്ദേശിച്ചിട്ടുള്ള അങ്ങനെയുള്ളവരെ നമ്മൾ ഒരുപാട് അബദ്ധങ്ങൾ പറ്റുമല്ലോ. നാട്ടിലൊക്കെ ആണെങ്കിൽ നാടകം പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നാടകം അവർ തന്നെ എഴുതിച്ച് കളിക്കുന്നൊരു സംഭവം ഉണ്ട്. അപ്പം അതിനിടയ്ക്ക് ഒരുപാട് അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ പറ്റും. അത് പ്രൊഫഷണൽ അല്ലല്ലോ. അപ്പം അതുകൊണ്ട് അതിലൊരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റുള്ളൂ. അതെല്ലാം കൂടി നമ്മുടെ മൈൻഡിൽ കിടന്നിട്ട് പിന്നെ നമ്മുടെ രീതിയിൽ എന്തൊക്കെ പറ്റാമെന്ന് ആലോചിക്കും നാടകത്തിൽ. ലൈവിൽ അല്ല, അതിനകത്ത് തന്നെ ഒരു സ്കിറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് ഇട്ടെന്നാ ഞാൻ അതേ കയറി അങ്ങ് പിടിച്ചോളാം. അല്ല, ശരിക്കും നിങ്ങളുടെ സ്കിറ്റുകൾ അങ്ങനെ ഉണ്ടോ? അതെല്ലാം ഉണ്ടല്ലേ? ഇനി ചിലത് കയറി അങ്ങ് പോകും. മറന്നു പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ. പിന്നെ എങ്ങനെയാണ് ഇതിൽ ഈ മേഖലയിലോട്ട് വന്നത്? ഔചാരിതമായിട്ടാണ്. അതിന്റെ തുടക്കം ഒന്ന് പറയാം. തുടക്കം പറയാം. അത് പറയാതെ പോകുന്നത് ശരിയല്ല. അതെ അതെ. എന്നെ ഈ പ്രോഗ്രാമിൽ കൊണ്ടുവന്ന പ്രസാദ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിന് അടുത്തുണ്ട്, വൈക്കം പ്രസാദ്. എന്നെയൊക്കെ മുമ്പ് പ്രൊഫഷണൽ പ്രോഗ്രാമിലേക്ക് വന്ന ആളാണ്. അവൻ എന്നെ കൊണ്ടുവന്നു. അതായത് തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിൻ സാഗറിൽ അബി, ദിലീപിന്, ആദർശ, അതായത് പുലികളുടെ ഒരു ടീം കൊച്ചിൻ സാഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ വളഞ്ഞമ്പലം എന്ന് പറഞ്ഞ അമ്പലമുണ്ട്. അവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്നു. അപ്പം എന്നെ അന്ന് വീട്ടിൽ നിന്ന് എങ്ങോട്ടും വിടുകയില്ല, ഒരു പരിപാടിക്കും വിടിയല്ല. വീട്ടിൽ നിന്ന് ഇരുന്ന് പഠിക്കണമെന്ന് പറഞ്ഞ് വീട്ടിലെത്തിയില്ല. ഇവരുടെ കൂട്ടുകാരെല്ലാം പരിപാടി കാണാൻ പോകും, ഞാൻ മാത്രം വീട്ടിൽ. ഇവന്മാരെല്ലാ പരിപാടിയും കാണാൻ പോകും. അപ്പം ഇവൻ പോയി ഒരു സാഗറിൻ്റെ പരിപാടി കണ്ടിട്ട് തിരിച്ച് വന്നിട്ട് എന്നോട് ഇങ്ങനെ പരിപാടി ഉണ്ടോ ചിരിച്ച് മറിഞ്ഞ ആൾക്കാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമുക്ക് ഇതുപോലെ ഒന്നും തുടങ്ങണം. അല്ല, അങ്ങനെ നമുക്ക് ഇതുപോലെ തുടങ്ങണമെന്ന് പറയാൻ ചേട്ടൻ ഈ സുഹൃത്തുക്കളുടെ കൂട്ടത്തിലോ അല്ലെ കുടുംബത്തിലോ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു താല്പര്യം? ഞാൻ സ്റ്റേജിൽ അല്ല, ഇങ്ങനെ ഹാസ്യത്തിനോടൊരു താല്പര്യം കാണിച്ചിട്ടുണ്ടോ? നമ്മൾ ചുമ്മാ ഇരിക്കും കൗണ്ടർ പറയുമോ അങ്ങനെ എന്തെങ്കിലും? അല്ലെങ്കിൽ നമുക്കിങ്ങനെ തുടങ്ങണമെന്നൊരു എൻ്റെ മനസ്സിൽ ഒന്നുമില്ല. ഇവന്മാർ വന്ന് പറഞ്ഞപ്പോൾ നീ കൂടെ ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ കൂടെ പിടിച്ച് കയറ്റി വരുന്നു. നമ്മുടെ ഒരു കൂട്ടുകാരന്മാരെല്ലാം കൂടി. അപ്പോൾ ഈ സ്കിറ്റൊക്കെ ഇവർ പറഞ്ഞു. അന്ന് സാഗർ വിളിച്ച അതേ സ്കിറ്റെല്ലാം ഇവർക്ക് കാണപ്പെടാം. ഇവന്മാർ വന്ന് പറഞ്ഞൊന്ന് എനിക്കതിൽ മോശം തോന്നുന്നു. ഞാൻ കളിച്ചപ്പോൾ എന്തോ ശരിയായി. എന്നിട്ട് ഞങ്ങളെല്ലാം കൂടി അതേ പരിപാടി അവർ ചെയ്ത 2 മണിക്കൂർ ചെയ്ത പരിപാടി അതേപോലെ ഞങ്ങൾ സെയിം ഓർഡർ ആളുകളെ മാത്രം ഒന്ന് മാറ്റി ഞങ്ങൾ അവർ കളിച്ചത് ഞങ്ങൾ കളിച്ചു. അവർ 2 മണിക്കൂർ കൊണ്ട് കളിച്ചത് ഞങ്ങൾ കളിച്ച 3.5 മണിക്കൂറായിരുന്നു. അതെന്താ അവർ നല്ല ടൈമിന് കളിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒത്തിരിയല്ല വലിഞ്ഞ് മെഴുകി 3.5 മണിക്കൂർ കൊണ്ട് കളിച്ച് തീർത്ത്. അങ്ങനെയാണ് ഞാൻ സ്റ്റേജ് പ്രോഗ്രാം ആദ്യത്തെ സ്റ്റേജ് അതായിരുന്നു അല്ലേ? പ്രസാദാണ് നമ്മളെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ. അതിനുശേഷം ഇത് കണ്ടിട്ട് ആൾക്കാർ കൂടുതലും ഈ 3.5 മണിക്കൂർ കളിച്ചെങ്കിലും ഇഷ്ടപ്പെട്ടു. വലിഞ്ഞു പോയെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഞങ്ങളുടെ ടീം അങ്ങനെ കുറേ പരിപാടി കുഞ്ഞു പരിപാടിയൊക്കെ പിടിച്ച് കളിക്കുമായിരുന്നു. ചേട്ടാ, അപ്പോൾ അതിനുശേഷം നമ്മുടെ ടീം തന്നെ കുറച്ച് പരിപാടി നാട്ടിലൊക്കെ പിടിച്ച് കളിച്ചു. കുറേയൊക്കെ നന്നായി, കുറേയൊക്കെ ചീറ്റി, കൂടുതലും ചീറ്റി വരുന്നു. അപ്പോൾ കുടുംബത്തിന്റെ സൈഡിൽ നിന്ന് എങ്ങനെയാണ് പിന്നീട് അവര് വീട്ടിൽ നിന്ന് സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നില്ലേ? ഒരു ഘട്ടം വരെ ഒരു ഘട്ടം വരെ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് കിട്ടിയിട്ട് കുറച്ച് നാളുകളായിട്ട് ആയിട്ടുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അത്ര സേഫ് അല്ല. അതിൻ്റെ ഭയമാണ് എല്ലാവർക്കും ഇതിൽ പഠിച്ചു നടക്കുന്ന സമയത്തല്ലേ. അപ്പം ഇതുകൊണ്ട് എന്തെങ്കിലും വരുമാനം ഉണ്ടാവും. വീട്ടിൽ മൂത്ത ഞാനാ. അപ്പം അച്ഛനാണ് വയ്യാതിരിക്കുന്നത് ആ സമയത്ത്. അമ്മ ഒരാളുടെ പണിക്ക് പോയിട്ടാണ് നമ്മൾ കഴിഞ്ഞല്ലോ. അപ്പം വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ഭയങ്കര ഇതായിരുന്നു, ഡ്രസ്സിങ് ആയിരുന്നു. അതൊക്കെ അതിജീവിച്ചാണ് മുന്നോട്ട്. നമ്മുടെ ഇഷ്ടം ഇതിൻ്റെ പുറകെ പോയി. നീ ഇതൊക്കെ നിർത്തിയിട്ട് വല്ല പണിക്ക് പോകാനൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അന്നെന്തോ അറിവില്ലായ്മയായിരുന്നു. പക്ഷെ അത് മോശമായില്ലല്ലോ, നല്ലതായില്ല. പക്ഷെ അതുകൊണ്ട് പിന്നീട് നമ്മൾ ഇപ്പം അങ്ങനെ പറഞ്ഞവരെല്ലാം നമ്മൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ട് തന്നെയാണ് ഇപ്പം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് അവർക്കും ഇപ്പം പ്രശ്നമില്ല. അന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയില്ല. പക്ഷെ ഇപ്പം നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞാൽ അവർ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായത്. ശരിയാ. അവർ ആ സമയത്ത് നോക്കുമ്പോൾ അവർ പറഞ്ഞത് കറക്റ്റായിരുന്നു.
ശരിയാ. ആ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സപ്പോർട്ട് നമുക്ക് മനസ്സിലായത് കാര്യം എന്താ. അല്ല, ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ടു ഞങ്ങളുടെ അഭിമാനം വൈക്കം ഭാസി എന്നുള്ളൊരു ബോർഡും. അത് കുടുംബത്തെക്കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ, കുടുംബത്തിൽ ഇപ്പം വീട്ടിലുള്ളത് ഞാൻ, വൈഫ്, കുഞ്ഞ്, പിന്നെ അമ്മ, എൻ്റെ അനിയനുണ്ട്. കുഞ്ഞ് എത്ര വയസ്സ്? കുഞ്ഞിന് 6 വയസ്സായി. 6 വയസ്സല്ലേ? LKG സ്റ്റുഡൻറ്റ്. ഓക്കെ ഓക്കെ. പിന്നെ ഒരു പെങ്ങളുണ്ട്, പെങ്ങളുടെ വിവാഹം കഴിഞ്ഞ് അവർക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ വൈക്കത്തായിരുന്നല്ലോ ചേട്ടൻ ജനിച്ചതും വളർന്നതും എല്ലാം? എല്ലാം വൈകി. അപ്പോൾ എങ്ങനെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങൾ? വിദ്യാഭ്യാസം ഞാൻ പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ. പ്രൈമറി സ്കൂൾ തോട്ടകം ഗവൺമെൻറ് LP സ്കൂൾ, പിന്നെ അവിടെ നിന്ന് ഹൈസ്കൂള് വെച്ചൂർ NSS, അവിടെ നേരെ കൊതവറ സെൻറ്റ് സേവിയേഴ്സ് കോളേജ്. അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയി. വിവാഹം അറേഞ്ച് മാരേജ് ആയിരുന്നു? അറേഞ്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്ന് അറേഞ്ച് ചെയ്തു, അത് കഴിഞ്ഞ് വീട്ടുകാരൊന്ന് അറേഞ്ച് ചെയ്തു. ഇപ്പോൾ ശരിയായി, ഇല്ലെങ്കിൽ പിള്ളേച്ചും പറയുന്നത്. പിന്നെ സുഹൃത്ത് വലയങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ബലം. അതായത് രണ്ട്, അതായത് ഇപ്പം ഈ പ്രോഗ്രാം പരമായിട്ട് സുഹൃത്തുക്കളും അല്ലാതെ അങ്ങനെ ഉണ്ടോ? അതോ എല്ലാം ഉണ്ട്? ഉണ്ടല്ലേ, 2 സെക്ഷനായിട്ടാണോ? അതോ 2 സെക്ഷൻ ആണെങ്കിൽ യുവമാരെല്ലാം ഒരു ടീമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളാണ് നമ്മുടെ ബലം. നമ്മൾ നാട്ടിൽ പ്രോഗ്രാം കേട്ട് വെളിയിലാണെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും അവന്മാർ ഡീൽ ചെയ്തോളൂ. എങ്ങനെ വേണം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും. ഇപ്പൊ വന്നപ്പോഴും ചേട്ടൻ്റെ കൂടെ ഒരു ടീം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളാണ് നമ്മുടെ ബലം. ആണല്ലേ? കാരണം നമ്മൾ മിക്കവാറും നാട്ടിൽ കാണത്തില്ല. വീട്ടിൽ നമ്മുടെയൊക്കെ സാധാരണ വീടാണ്ട് വല്ല ഹോസ്പിറ്റൽ കേസ്, കൊച്ചിന് അങ്ങനെയൊക്കെയുള്ള പ്രശ്നം. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും സാമ്പത്തിക കേസ് നമ്മൾ ഇല്ലെങ്കിലും അവരെങ്കിൽ അവന്മാരെ വിളിച്ചു പറഞ്ഞാൽ പാസിച്ചാൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് സാബു സാർ, സാബു കൊക്കാടെന്ന് പറയും. അധ്യാപനാണ്, മ്യൂസിക് അധ്യാപനാണ്. വൈക്കത്ത് ആശ്രമം ഹൈസ്കൂളിലെ മ്യൂസിക് അധ്യാപനാണ്. ആണല്ലേ? ബാസിയെ സംബന്ധിച്ചോളം വൈക്കത്ത് കലാകാരന്മാരുടെ ഒരു ഈറ്റില്ലമാണ് വൈക്കത്ത്. ഇപ്പം ഞങ്ങളുടെയൊക്കെ പ്രായം മുതൽ തന്നെ നമ്പൂതിരി സാറ് അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി സ്വാമികൾ ഉൾപ്പെടെയുള്ള മഹാന്മാരായ കലാകാരന്മാരുടെ പാദസ്പർശമേറ്റ സ്ഥലമാണ് വൈക്കം. അപ്പോൾ ആ മുൻനിര കലാകാരന്മാരിൽ നിന്നും തുടങ്ങി ഇപ്പോൾ ഏറ്റവും താഴേക്കുള്ള ഒരു വൈക്കത്തിൻ്റെ സൂര്യ തേജസ് ലോകത്തെല്ലായിടത്തും പരത്തി ഇപ്പോൾ സംസ്ഥാന അവാർഡിലേക്ക് കൂടി കടന്നിരിക്കുന്ന ഞങ്ങളുടെ ഒരു അഭിമാനമാണ് ശ്രീ ബാസി. ഞങ്ങളുടെ കലാകാരന്മാരെ കൂട്ടായ്മയിലെ അരങ്ങിൻ്റെ സജീവ അംഗമാണ്. പിന്നെ കൂടാതെ ഞങ്ങളുടെയൊക്കെ ഒരു കുടുംബ സുഹൃത്തും ഞങ്ങളുടെ വൈക്കംകാരുടെ ഏറ്റവും നല്ലൊരു ഇൻറ്റിമസി ഉള്ള വ്യക്തിയുമാണ് ബാസി. കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ നാട്ടിൽ ചാനലുകളായിക്കോട്ടെ സ്റ്റേജുകളായിക്കോട്ടെ ചേട്ടൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തേക്ക് പോയിട്ടുണ്ട്, ഗൾഫ് കൺട്രീസിൽ പോയിട്ടുണ്ട്. ആണല്ലേ? ഒരുപാട് പോയിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ഹാസ്യമല്ലാതെ പാട്ട് അങ്ങനെ എന്തെങ്കിലും? ഇല്ലില്ല, ഞാൻ പാട്ട് പാടത്തില്ല. കൂട്ടുകാരൊത്ത് ഒരു ഇല്ലില്ല, നമ്മൾ കാരണം കൂടെ ഇഷ്ടം പോലെ പാട്ടുകാരുണ്ട്. ഉണ്ടല്ലേ? നമ്മളത് പാടി തെറ്റിക്കേണ്ട കാര്യമില്ല. തെറ്റിച്ച് നമ്മൾ പാടി അവന്മാരുടെ മുന്നിൽ ലിപിയനെ കണ്ടല്ലോ നമ്മൾ പാടാറ്. നമ്മൾ അവതരിപ്പിക്കുന്ന മിക്ക സ്കിറ്റുകളിലും ഒന്നുകിൽ ബാല പൊളിയുന്നു, അല്ലെങ്കിൽ നാട്ടുകാരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നു, അങ്ങനെയുള്ള സംഭവങ്ങൾ. നാടകം പൊളിയുന്നു. നാടകം പൊളിയുന്നു. സ്വന്തമായിട്ട് അവതരിപ്പിച്ചിട്ട് ഏതെങ്കിലും സ്കിറ്റിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്? സ്വന്തമായിട്ട് പൊളിഞ്ഞ അനുഭവം ഒരുപാട്, ഒരു വമ്പൻ അനുഭവമുണ്ട്. ആണല്ലേ? അതെവിടെ? അത് കൊല്ലത്ത് അമ്പലത്തിലാണ്. കൊല്ലത്ത് അമ്പലം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. കൊച്ചിൻ സംഗമത്തിലെ ഞങ്ങൾ കളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ പരിപാടികളെ ചെന്ന് ഭയങ്കര സംഗമത്തിൽ ചെന്നപ്പോൾ ഭയങ്കര അതിൻ്റേതായൊരു സ്വീകരണം കാര്യങ്ങളും. നമ്മുടെ കൂടെയുള്ള ഈ പ്രസാദ് എന്ന് പറഞ്ഞ എൻ്റെ മിമിക്രിക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ ഒരുമിച്ചുണ്ട്. പോൾസനുണ്ട്, അങ്ങനെ കുറച്ച് നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. സാജൻ ചേട്ടൻ നമ്മുടെ ഡയറക്ടർ, സാജൻ പള്ളിരുത്തി. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ ചെന്നു. ആൾക്കാർ വന്ന് എന്താ വേണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ പ്രസാദ് ഒന്നാമത് ഈ മിമിക്രിക്കാർക്ക് ആവശ്യമില്ലാതൊരു ബലം പിടുത്തു പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കുമല്ലോ. അപ്പം മോനെ ഒരു പയ്യനോട് ചോദിച്ചു, മോനെ സീറ്റ് കിട്ടുമെന്ന്. ആ ചേട്ടാ സീറ്റ് കിട്ടും, ഒന്ന് സീറ്റ് മേടിച്ചിട്ട് തരാമോ, ഒന്ന് പൈസ കൊടുക്കണ്ട, അത് ചെയ്തില്ല മോനെ. ഏത് സാർ ചേട്ടാ? വിൽസ് തന്നെ ആയിക്കോട്ടെ. വിൽസൊക്കെ മേടിച്ചിട്ട് കൊടുത്ത് പരിപാടി തുടങ്ങി. കട്ടം പൊക്കി ഫസ്റ്റ് ഒരു വാർത്ത, സംഘമിത്രയുടെ കോമഡി മേള തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് ഉദ്ഘാടനം ചെയ്ത് നമ്മൾ വാർത്ത. ആ വാർത്ത അതുവരെ വായിച്ചിട്ടിരുന്ന അനിൽമാടയ്ക്ക് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റായിരുന്നു. അന്ന് വേറൊരു ചേച്ചിയെ കയറ്റിയിരുന്ന് വായിപ്പിച്ച്, അത് കഴിഞ്ഞ് നമ്മുടെ കൂടെ ഡാൻസ് കളിക്കാൻ വന്ന പെൺകുട്ടിയുടെ അമ്മയെ കയറ്റിയിരുന്ന് വാർത്ത വായിപ്പിച്ചു. അവരാദ്യമായിട്ട് ബാലയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ നാടകം കളിച്ചിട്ടില്ല. ഫസ്റ്റ് ഡയലോഗ് തന്നെ അങ്ങ് തെറ്റിയിട്ട് ഫസ്റ്റ് ഡയലോഗിന് കൂവ്, കട്ടം പൊക്കി ഫസ്റ്റ് ഡയലോഗിന് കൂവെന്ന് തുടങ്ങിയിട്ട് പിന്നെ കൂവ് തീരുന്നില്ല. കൂ പതുക്കെ തുടങ്ങിയിട്ട് കയറി വെടിക്കെട്ട് പോലെ കയറി പോകും. അപ്പോൾ നമ്മൾക്ക് സ്കിറ്റുകൾ
സ്കിറ്റ് കളിച്ചിട്ട് നമ്മൾ പറയണ കേൾക്കുന്നില്ല, നമുക്ക് തന്നെ കേൾക്കാൻ പറ്റുന്നത് അതുപോലെ പോകും. പക്ഷെ നമ്മൾ സ്കിറ്റ് കളിച്ച് തീർത്തു. ലാസ്റ്റ് ഇടക്ക് വെച്ച് നിർത്തി, ഭയങ്കര വിഷയമായി. കോമഡി ഞങ്ങൾ അപ്പം തന്നെ ഡ്രസ്സൊക്കെ മാറി കയ്യിൽ കൊണ്ടൊക്കെ ആയി. അപ്പം പെട്ടെന്ന് പിടിക്കരുതല്ലോ. ഞാനൊക്കെ ഇറക്കിയത് 1 മണിക്കൂർ കൊണ്ടായി 10 മിനിറ്റ് കൊണ്ടാണ് കയറ്റി വണ്ടിയുടെ മുകളിൽ കയറ്റുക. ഞങ്ങൾ രണ്ടും ഞാനിപ്പോൾ സംഘം മുകളിൽ കയറി വന്ന് ഇതെല്ലാം കെട്ടുക. കെട്ടിക്കൊണ്ടിരുന്നപ്പം താഴത്ത് വേണമെങ്കിൽ ഒരു പയ്യൻ ഇങ്ങനെ തിരക്കി നടക്കുക. അടിപൊളിയാണ്. ഇപ്പം തിരക്കി നടക്കുക. ഞങ്ങൾ മുകളിൽ വണ്ടിയുടെ മുകളിൽ നിന്ന് സെറ്റൊക്കെ കെട്ടുക. അപ്പൊ ഈ ഒരു പയ്യൻ മാത്രം ഇങ്ങനെ തിരക്കി നടക്കണം. അപ്പം എന്ത് ചെയ്യണം, മറ്റവൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ നടക്കുക. അപ്പം ആരാ നീ തിരക്കണം? അപ്പൊ ബിൽസ് ചോദിച്ചൊരു മറ്റവനുണ്ടല്ലോ, അവനെ എനിക്ക് കിട്ടണം. അപ്പൊ പ്രസാദ് ഞാൻ മുകളിൽ ഇരിക്കുക. പ്രസാദ് പറയാ മിണ്ടണ്ട. അന്ന് ഞങ്ങളങ്ങ് കെട്ടിയിട്ട് ആ വണ്ടി നിന്ന് ഇറങ്ങിയില്ല. അമ്പലപ്പറമ്പ് വെച്ച് അല്ല, ഞങ്ങൾ പൊക്കത്തിരുന്നു, ബാക്കി എല്ലാവരും കത്ത് കയറുന്നു. ഞങ്ങൾ രണ്ടും സെറ്റിന്റെ മുകളിൽ, വണ്ടിയുടെ മുകളിൽ ട്രാവലുണ്ട്. ആ വണ്ടി ഓടിച്ച് ഹൈവേയിൽ ഇറക്കിയിട്ട് ഞങ്ങൾ താഴത്തിറങ്ങി വണ്ടി കയറി. അയ്യോ, ഒരു ഇറങ്ങി കഴിഞ്ഞാൽ അവര് പിടിക്കും. കോമഡി മ്യൂസിക്കും ഞാനും പിന്നെ കോമഡി സ്റ്റാർസ് അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ ബമ്പർ ചിരിയിൽ എത്തിയപ്പം കുറച്ചുകൂടെ ജനകീയമാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അവിടുത്തെ ഇപ്പം മഞ്ജു പിള്ള ആയിക്കോട്ടെ, അവിടുത്തെ ജഡ്ജസിനെ കുറിച്ചും സാബു എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ആണല്ലേ? ആ സ്റ്റുഡിയോയുടെ അകത്ത് കാണുന്ന അതേ ഇത് പുറത്തും കാണിക്കാറുണ്ട്. ചിലരൊന്നും അങ്ങനെയല്ല, അവര് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടൊക്കെ ആളുകൾ വരാറുണ്ട്. ആരെങ്കിലും ഒക്കെ ചേട്ടന് ഒരു നല്ലൊരു നിമിഷം പറയുവാണെങ്കിൽ? ഒന്നാമത്തെ കാര്യം, ഞാൻ അധികം സന്തോഷിക്കാതില്ല, അധികം ദുഃഖിക്കാറില്ല. 5 കിട്ടിയാലും 50 കിട്ടിയാലും നമുക്കൊരു മൈൻഡായിരിക്കും. ഹാപ്പിയാണല്ലേ? ഇത് അജീഷ് പുള്ളി സിംഗറാണ്, പ്രൊഫഷണൽ ഗാനമേള ട്രൂപ്പുകളിൽ തകർത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇത് അനീഷ് വൈക്കം ഞങ്ങളുടെ വൈക്കത്തെ ആദ്യം ഞങ്ങളെക്കാർക്ക് മുമ്പ് പ്രൊഫഷണൽ മിമിക്രി ചെയ്തിരുന്ന ആളാണ്. അതാണ് പ്രധാന വ്യക്തി. അത് നമ്മുടെ മാമനാണ്. അജീഷിന്റെ മാമനായതിന്റെ പേരിൽ ഞങ്ങളുടെ എല്ലാവരും മാമനാക്കി എടുത്തേക്കുന്നത്. എന്നെ ആദ്യമായിട്ടൊരു ചാനൽ പ്രോഗ്രാം ചെയ്യണം നമ്മുടെ വിനോദ് കിടാമംഗലം നമ്മുടെ ചേട്ടനാണ്, ലാറ്റസ്റ്റാണ്, ചെയ്യാൻ പറ്റും. സിനിമയിലൊക്കെ ഉണ്ട്. പുള്ളിയാണ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ ഷോ ചെയ്യുന്നത്. ലക്ഷ്യങ്ങളോ അങ്ങനൊന്നും ഇല്ലെങ്കിലും വന്ന വഴി ഒരിക്കലും മറക്കാത്ത മനുഷ്യനാണ്. ഓരോരുത്തരുടെ പേരുകൾ അല്ലേ, എവിടെയൊക്കെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ട് അതെല്ലാം ചേർന്ന് നല്ലപോലെ ഓർമ്മയുണ്ട്. അതാണ്. അപ്പം നമുക്കിനി ഇവരുടെ എല്ലാവരുടെയും കൂടെ നല്ലൊരു പാട്ട് നമുക്കൊന്ന് കേൾക്കാം. ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. താത്തിനന്തകത്തെയ്താരാ തനതിനന്തകത്തെയ്താരാ താത്തിനന്തക തകതിനന്തക തരതിനന്തകത്തെയ്താരാ. താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാലി കോല പറിച്ചാട്ടെ. താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാലി കോല പറിച്ചാട്ടെ. തകതക താത്തിനന്തകത്തെയ്താരാ തകതിനന്തകത്തെയ്താരാ താത്തിനന്തക തകതിനന്തക തരതിനന്തകത്തെയ്താരാ. മീഡിയ ഗ്രാഫിക്സ് ടിവി യൂട്യൂബ് ചാനൽ കലയെ